അരമുറി തേങ്ങയുണ്ടോ? എന്നാൽ അത്ഭുതപ്പെടുത്തും രുചിയിൽ നല്ലൊരു അടിപൊളി ഡിസേർട്ടാണ് നമ്മളിന്ന് റെഡിയാക്കുന്നത്. സിമ്പിളാണ്, എന്നാലോ ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ഒരൊറ്റ പീസ് കിട്ടിയ എൻ്റെ പൊന്നോ, പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ടി വരില്ല. ഉണ്ടാക്കുന്ന സമയത്തെ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കിക്കോളൂ കേട്ടോ, അത്ര രുചിയാണ്. അപ്പോൾ ഞാനിന്നിതാ അവിടെ 2 തേങ്ങ വെച്ചിട്ടാണ് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ 1-2 പേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അരമുറി തേങ്ങ എടുക്കാം കേട്ടോ. അത്രത്തോളം ഉഗ്രൻ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ 2 തേങ്ങ പൊട്ടിച്ച് ചിരകി ഏകദേശം ഒരു 2.5 കപ്പ് വെള്ളത്തിൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനിയിപ്പോൾ ഒരു ഇച്ചിരി ലൂസായി എന്ന് കരുതിയാലും കുഴപ്പമില്ല, ഒരുപോലെ ഇങ്ങനെ വെള്ളം പോലെ നിൽക്കരുത്, കുറഞ്ഞൊരു കട്ടി വേണം തേങ്ങാപ്പാലിന്. ഇതാ ഇതുപോലെ ഞാനങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കിയിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടൊരു കുഞ്ഞു കുഞ്ഞു പരിപാടികളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഡിസേർട്ടിലോട്ട് നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരും ബേജാറാവേണ്ട കേട്ടോ. മിൽക്ക് മെയ്ഡ് നമുക്ക് പാലൊന്നും കുറുക്കിയെടുക്കാതെ പാൽപ്പൊടി വെച്ചിട്ട് 2-3 മിനിറ്റുകൾക്കുള്ളിൽ റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സൂത്രം കൂടി പറഞ്ഞു തരാം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു തേങ്ങ എടുക്കുകയാണെങ്കിൽ 2 ടീസ്പൂണാണ് കോൺഫ്ലവറിൻ്റെ പൗഡർ എടുക്കേണ്ടത്. 4 തേങ്ങയായത് കാരണം ഞാനിതവിടെ 4 ടീസ്പൂണാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അത് നല്ലതായിട്ട് കൃത്യമായിട്ട് എടുക്കുക. അപ്പോൾ നന്നായിട്ട് കുറുകി വരണ്ട, എന്നാലും കുറഞ്ഞ രീതിയിൽ ഇങ്ങനെ കുറുകി വരണം. അപ്പോഴാണിത് കഴിക്കാനായിട്ട് ഉഗ്രൻ ടേസ്റ്റ്. ഇനി നമ്മളിതിൽ നിന്ന് കുറച്ച് തേങ്ങാപ്പാലെടുത്തിട്ട് ഈ ഒരു കോൺഫ്ലവറിൻ്റെ പൗഡറിലോട്ടിട്ട് കട്ടയൊന്നും കുത്താത്ത രൂപത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്നും മാറ്റി വെക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നോമ്പത്തൊക്കെ തുറക്കുന്ന സമയത്ത് കരിയും പൂരിയൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഇനി തണുത്തതൊക്കെ കഴിക്കല്ലേ, അല്ലാതെ ഇപ്പോൾ ഒരു രക്ഷയില്ല, അത്രത്തോളം ചൂടാണ്. ഇതൊരൊറ്റ പീസ് മതി മക്കളെ, വായിലിട്ടാൽ അലിഞ്ഞിറങ്ങും, അത്രത്തോളം രുചിയാണ്. അപ്പോൾ ഞാനിതാ നല്ല രീതിയിൽ തന്നെ കോൺഫ്ലവറിൻ്റെ പൗഡറൊക്കെ കട്ട കുത്താത്ത രൂപത്തിൽ കലക്കിയെടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു മിൽക്ക് മെയ്ഡ് റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ചെയ്തോളൂ, ഒരുപാട് കാശൊന്നും കൊടുത്ത് ആരും കടയിൽ പോയി വാങ്ങിക്കഴിക്കേണ്ട. ഉഗ്രൻ ടേസ്റ്റാണ്, അതേ ഒരു ടെക്സ്ചറും കാര്യങ്ങളോട് കൂടിയിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പാൽപ്പൊടി എടുക്കുക. അതിലോട്ടൊരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഇതിലോട്ട് 1 ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൗഡറാണ്. അതുപോലെ നമുക്കൊരു പിഞ്ച് വേണമെന്നുള്ളവർക്ക്, നമുക്ക് മിൽക്ക് മെയ്ഡിന് കണ്ടിട്ടില്ലേ ഒരു യെല്ലോ ഷെയ്ഡാണല്ലോ, ഒരു യെല്ലോ കളറായിട്ട് ഇങ്ങനെ നല്ല കട്ടിയുള്ള രൂപത്തിലായിരിക്കും. അപ്പോൾ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളൊരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ കളർ വേണ്ട എന്നുള്ളവർക്ക് ആ ഒരു ബേക്കിംഗ് സോഡ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഒരു നുള്ളി ചേർത്തൊന്ന് കരുതിയിട്ട് നമ്മുടെ ശരീരത്തിന് ദോഷമൊന്നുമില്ല. ഇനിയെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷം ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട്, ഇതിൽ ഒത്തിരി ഉപയോഗിക്കേണ്ട കേട്ടോ, കുറച്ച് ഒഴിച്ചാൽ മതി. ഒരു 1/4 കപ്പ് ഒഴിച്ചിട്ട്, 1/4 കപ്പും വേണ്ട, കുറച്ച് ഒഴിച്ചിട്ട് നല്ല കട്ടി തന്നെ ഇതൊന്ന് കലക്കിയെടുക്കണം. നമ്മൾ കരുതും അത് മിൽക്ക് മെയ്ഡ് ആവുമെന്ന്. ഒരു പ്രാവശ്യങ്ങൾ ഇതുപോലെ ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അതേ ടേസ്റ്റാണ്, സ്മെല്ലാണ്, അതേ ഒരു ടെക്സ്ചറും കാര്യങ്ങളും ഒക്കെ കൂടിയിട്ടാണ് എനിക്ക് തോന്നുന്നു. അതിലേറെ കുറച്ച് രുചി നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. ഇതാ കട്ടയൊന്നൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കുകയാണ്. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാന് കുറഞ്ഞ തീയിൽ വെച്ച് കൊടുക്കുക. തീ ഒരിക്കലും കൂട്ടി വെക്കരുത്, അങ്ങനെ ആകുമ്പോൾ ഇത് അടി പെട്ടെന്ന് തന്നെ പിടിക്കും. അപ്പോൾ കുറഞ്ഞ തീയിൽ നമുക്കിത് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാൻ ഒരു 2-3 മിനിറ്റ് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കാം. നല്ല കട്ടിയുള്ള പാലാണല്ലോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഇത്, അതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉള്ളവർ അതെന്നെ എടുക്കുക കേട്ടോ. നല്ല രീതിയിലൊന്ന് തിളച്ചിങ്ങനെ ചൂടായി വരുമ്പോഴേക്കും ഇതിൻ്റെ ടെക്സ്ചർ അങ്ങ് മാറും. അത് നന്നായിട്ട് ചൂടാറി വരുമ്പോൾ നല്ല കളറോട് കൂടിയിട്ടുള്ള മിൽക്ക് മെയ്ഡ് റെഡിയാണ് മക്കളെ. എത്ര സിമ്പിളാണല്ലേ. നമുക്കൊരു ചെറിയ ബോട്ടിൽ തന്നെ കൊടുക്കണം 80-85 രൂപ. അപ്പോൾ ഒരു ഇത്തിരി പാൽപ്പൊടിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്തോളൂ, അതേ രുചിയിൽ റെഡിയാക്കാം. അപ്പോൾ അത് നല്ല കട്ടിയുള്ളതാണ്, തീ ഒരിക്കലും കൂട്ടി വെക്കരുത്. നന്നായിട്ട് തന്നെ കൈ എടുക്കാതെ ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇനിയിപ്പോൾ ഇതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് കയ്യിലുണ്ട് എന്നുള്ളവർക്ക് ഈ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഡിസേർട്ട് റെഡിയാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി മിൽക്ക് മെയ്ഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറണം. ഈ ചൂടാറി കഴിയുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് കളറ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ ഒന്നുകൂടി കുറുകി നല്ലൊരു ആ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ അതേ ഒരു ഇതിലായിട്ട് തന്നെ കിട്ടുക കേട്ടോ.
അപ്പോൾ അതൊന്ന് ചൂടാറട്ടെ. അപ്പോൾ അത് ഏകദേശം നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടാറി കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡിൻ്റെ അതേ കളറല്ലേ, അതിലേറെ രുചിയുണ്ട്. ഇതിൽ നമ്മൾ ഓൾറെഡി പഞ്ചസാര ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസേർട്ടിൽ ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ബോട്ടിലൊക്കെ സൂക്ഷിച്ചോളൂ കേട്ടോ. പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ജ്യൂസൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഒഴിച്ച് കൊടുക്കാനായിട്ട് ഇതുപോലെ റെഡിയാക്കി നല്ലൊരു അടപ്പുള്ള പാത്രത്തിൽ അടച്ച് വെക്കുകയാണെങ്കിൽ ഒത്തിരി കാലം കേടുകൂടാതെ നിൽക്കും. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡാണ് കേട്ടോ. നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യണത് അതിനനുസരിച്ചുള്ള ബ്രെഡാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഞാനിതവിടെ ഇതുപോലെ ബ്രെഡൊക്കെ എടുത്ത് കുറച്ച് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു 4 സൈഡ് നമ്മളൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. ആ ഒരു ബ്രൗൺ കളറ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മുഴുവനും ഒഴിവാക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ മുഴുവനും ഞാനിതവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രൗൺ കളറില്ല കുഴപ്പമില്ല എന്നുള്ളവർക്ക് അത് അങ്ങനെ തന്നെ വെക്കാം. പക്ഷേ കാണാൻ ഭംഗി ആ ഒരു ബ്രൗൺ കളറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുമ്പോഴാണ്. ഇനി നമ്മൾ ആ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കിയ അതേ പാനിലോട്ട് തന്നെയാണ് ഞാനിവിടെ 2.5 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് വെള്ളം പോലെയല്ല നമുക്ക് തേങ്ങാപ്പാൽ വേണ്ടത്, കുറഞ്ഞൊരു കട്ടി വേണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം 2 തേങ്ങ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ഉണ്ടാക്കാനുണ്ടായിരുന്നു. എന്നിട്ടും നമുക്ക് തികയാതെ വരും കേട്ടോ. അത്ര രുചി തന്നെയാണ്. അത് ആ തേങ്ങാപ്പാൽ കുറഞ്ഞ് തീയിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. പിരിഞ്ഞു പോകാൻ അയക്കരുത് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായി ഇങ്ങനെ തിളച്ച് വരുന്നൊരു സമയത്ത് നമ്മൾ നേരത്തെ കലക്കി മാറ്റി വെച്ചിട്ടുള്ള 4 ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൗഡർ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അത് ചേർത്ത് കൊടുക്കുന്നത് കൂടി നമ്മൾ പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ കട്ട കുത്താനുള്ള ചാൻസ് ഉണ്ട്. ഞാനത് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ക്യാമറ ഓഫാക്കലും എടുക്കലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകുമ്പോൾ സമയം വേഗം. അപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ 1 മിനിറ്റ് പോലും നിർത്തിട്ടില്ല. അപ്പോഴേക്കും തന്നെ ഇങ്ങനെ അടിഭാഗമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട കുത്തി വന്നിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ കട്ട കുത്തിയെന്നൊരു ടെൻഷൻ ആവണ്ട, നമ്മൾ സ്പാച്ചിൽ വെച്ച് നന്നായിട്ട് അങ്ങ് ഉടച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതാ ഈ ഒരു രൂപത്തിലായിരിക്കും നമുക്ക് നമ്മുടെ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ മിക്സ് കിട്ടുക. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് ടേസ്റ്റിനും സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസ് 1-2 ഡ്രോപ്പ് ഒന്ന് ഇറ്റിച്ച് കൊടുക്കാം. അത് ഇറ്റിച്ച് കൊടുക്കുമ്പോൾ ഇത് വേറെ ലെവലാണ് കേട്ടോ മക്കളെ. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ, മറക്കരുത്. അതല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു തേങ്ങയുടെയും തേങ്ങാപ്പാലിൻ്റെയൊക്കെ സ്മെല്ലും ടേസ്റ്റൊക്കെ മതി എന്നുള്ളവർ അത് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് 3-4 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഞൊടിയിടയിൽ റെഡിയാക്കിയ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ മിൽക്ക് മെയ്ഡിൻ്റെ അളവൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഏകദേശം ഒരു 4 ടീസ്പൂണൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ മധുരത്തിന്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കഴിക്കുമ്പോൾ കുറഞ്ഞൊരു മധുരം വേണം, അപ്പോഴാണല്ലോ ടേസ്റ്റ്. അതല്ല കുറച്ചുകൂടി മധുരം വേണമെന്നുള്ളവർക്ക് 2 ടീസ്പൂൺ പഞ്ചസാര എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. നോമ്പൊക്കെ നോറ്റുകൊണ്ട് നമുക്ക് മധുരം ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാന്നൊക്കെ വെച്ചാൽ നടക്കണ കാര്യമല്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ ആ ഒരു കണ്ടറിഞ്ഞ് ആ ഒരു കമ്മട്ടം പോലെ മധുരമൊക്കെ റെഡിയാക്കി നന്നായിട്ട് മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് സൂപ്പർ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ. ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യുക. ഒപ്പം തന്നെ ഈ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് നമ്മൾ കണ്ടല്ലോ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ഇട്ട് കൊടുക്കണ്ട, അല്ലെങ്കിൽ നമുക്ക് എത്ര മധുരം ഉണ്ടായാലും മധുരമില്ല എന്നൊരു തോന്നലായിരിക്കും. അതാ നമ്മുടെ അടിപൊളി ഈ ഒരു കൂട്ടുവട റെഡിയായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബ്രെഡൊക്കെ നേരത്തെ തന്നെ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക. അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും കാര്യങ്ങളൊക്കെ നേരത്തെ റെഡിയാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇനി സെറ്റ് ചെയ്യണ പരിപാടിയേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു 5-6 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ അല്ലേ ഈ ഒരു പുഡിങ് എന്ന് പറയുക, ഡിസേർട്ട് എന്ന് പറയാം. അതുപോലെ നോമ്പ് തുറക്കുന്നൊക്കെ സമയത്തെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയാൽ ഇത് തന്നെയായിരിക്കും രാജാവ് കേട്ടോ. അത്ര ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതാ ഇതുപോലൊരു ബൗളിൽ വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്യണത്. നമുക്ക് വേണമെങ്കിൽ ട്രേ പോലെയുള്ള പാത്രങ്ങൾ എടുക്കാം. ഇനിയിപ്പോൾ അതൊന്നും അല്ലെങ്കിൽ നമ്മൾ ചോറ് കഴിക്കുന്ന വട്ടത്തിലുള്ള പാത്രങ്ങളൊക്കെ എടുക്കാം കേട്ടോ. സ്റ്റീലിൻ്റെ ഏത് പാത്രം എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിത് 2 പാത്രത്തിലാക്കിയിട്ടാണ് സെറ്റ് ചെയ്യാൻ വെച്ചത്. ബ്രെഡ് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഫില്ല് ചെയ്യുന്ന രൂപത്തിൽ വെച്ച് കൊടുക്കുക. ഹോളുകളൊക്കെ ഉണ്ടെങ്കിൽ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആണല്ലോ, എല്ലായിടത്തുനിന്ന് ഫില്ല് ചെയ്ത് പതുക്കെ ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക.
ഞാനിത് 2 ലെയറോട് കൂടിയിട്ടാണ് ഇത് ചെയ്തെടുത്തത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ലെയറും ചെയ്യാം കേട്ടോ. 2 ലെയറാകുമ്പോൾ കഴിക്കാനും ഓരോരുത്തർക്കും ഓരോ പീസ് കിട്ടി അത്യാവശ്യം കഴിക്കാനുണ്ടാവും. പിന്നെ നല്ല ടേസ്റ്റ് അല്ലേ, എത്ര കഴിച്ചാലും ഇത് നമുക്ക് മതി വരില്ല. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മിനിറ്റുകൾക്കുള്ളിൽ റെഡിയാക്കിയിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം. ഒപ്പം തന്നെ കുറച്ച് നട്ട്സ്, അണ്ടിപ്പരിപ്പോ ബദാമോ പിസ്തയോ ഏതെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് പൊടിച്ചിട്ട് ചേർക്കുക. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ കഴിക്കുന്ന നേരത്ത് അതൊരു വേറെ ടേസ്റ്റ് ആയിരിക്കും അല്ലേ. ബാക്കിയുള്ളതാ രണ്ടാമത്തെ ലെയർ ബ്രെഡ് ഇതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. എത്രയിടത്തേക്കൊക്കെ ഇതുപോലെ പീസാക്കിയിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലായിടത്തും ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇനി നമ്മൾ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കട്ടിയുള്ള തേങ്ങാപ്പാലിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ ബൂസ്റ്റിൻ്റെ പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഓരോരുത്തർക്കും പലർക്കും പല കഴിവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചൊക്കെ അടിപൊളി സെറ്റാക്കി എടുത്തോളൂ. ഇതിപ്പോൾ ഞാൻ നോർമലായിട്ടാണ് ചെയ്യണത്, എല്ലാവർക്കും ഒരുപോലെ റെഡിയാക്കാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ മിക്സ് ഇതാ ഒഴിച്ച് കൊടുക്കുകയാണ്. എല്ലായിടത്തും കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ചുകൂടി മുകളിലോട്ട് കുറച്ച് പിസ്തയോ എന്തെങ്കിലും നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഞാനിത് അവിടെ കുറച്ച് ബദാമും പിസ്തയൊക്കെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, കാണാനുള്ള ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഇതൊന്നും കയ്യിലില്ലല്ലോ എന്ന് കരുതിയിട്ട് റെഡിയാക്കാതിരിക്കണ്ട, നിങ്ങൾ ചെയ്തോളൂ. കുറച്ച് അണ്ടിപ്പരിപ്പെങ്കിലും വാങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ ഒരു വേറെ ലെവലാണ്. ഇനിയിപ്പോൾ അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇതുപോലെ പ്ലെയിൻ ആയിട്ട് റെഡിയാക്കി എടുത്താലും മതി. അതുപോലെ തന്നെ ഇതൊക്കെ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ബദാമൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ വേണ്ടേ, അപ്പോൾ അതിൻ്റെ പേരിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതാ മുഴുവനായിട്ട് കുറച്ച് ബദാമൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ട് ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ എൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല. ആ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ആർക്കും കൊടുക്കൂല, നമ്മൾ തന്നെ ഫുള്ള് കഴിക്കൂട്ടോ, അത്ര രുചിയാണ്. ഇതിൻ്റെ മുകളിൽ കൂടെ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടിയൊക്കെ ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ മിൽക്ക് മെയ്ഡല്ലേ, അപ്പോൾ യാതൊരു പേടിയും ബേജാറൊന്നും വേണ്ട, യാതൊരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇപ്പോൾ എല്ലാവരും പറയും അതിൽ ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ലേ. ബേക്കിംഗ് സോഡ നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഫുഡുകളിലും ബേക്കിംഗ് സോഡയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ നോക്കൂലല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ അത് വിഷയമാണെന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഒരു നുള്ളി ബേക്കിംഗ് സോഡ നമ്മുടെ ശരീരത്തിലെത്തിയെന്ന് കരുതിയിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ചില അവയവങ്ങൾക്ക് ബേക്കിംഗ് സോഡയുടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില അവയവങ്ങൾക്ക് നമ്മുടെ കിഡ്നി രോഗികൾക്കൊക്കെ ചില ഡോക്ടർമാരൊക്കെ സജസ്റ്റ് ചെയ്യും ഈ ഒരു ചില ഗുളികൻ്റെ പകരമൊക്കെ ഒരു നുള്ളി ബേക്കിംഗ് സോഡ എടുത്ത് കഴിക്കാൻ കരുതിയിട്ട് ആരും വാരി കഴിക്കല്ലേ, ഡോക്ടർ സജസ്റ്റ് പ്രകാരം മാത്രം ചെയ്താൽ മതി. ഇനി ഞാനിതാ ഇതുപോലെയൊരു ഫോയിൽ പേപ്പറിൻ്റെ ഒരു പാത്രത്തിൽ കൂടി ഒന്ന് ഇത് സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 തേങ്ങ എടുത്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കിന്ന് റെഡി ആയിട്ടുണ്ട്. കണ്ടറിഞ്ഞാണ് ഞാനിവിടെ 2 തേങ്ങ എടുത്തത്, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ തികയൂല, നമുക്ക് തന്നെ തികയൂല, പിന്നല്ലേ മക്കൾക്ക് കൊടുക്കലല്ലേ. അപ്പോൾ അത് നോമ്പ് തുറക്കുന്ന സമയത്ത് പറ്റും എന്നുള്ളവർ ഇന്ന് തന്നെ ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം. ഇതിൻ്റെ മുകളിലും തന്നെ അത്യാവശ്യം കൂടുതൽ നമ്മൾ നട്ട്സും പിസ്തയും ബദാമും ഒക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ കുറച്ച് മിൽക്ക് മെയ്ഡും. ബാക്കിയുള്ള മിൽക്ക് മെയ്ഡ് നല്ലൊരു ടിന്നിലോട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ അടിപൊളി ഡിസേർട്ട് ഉണ്ടാക്കുമ്പോൾ ചേർക്കാം, അതിലേക്ക് ജ്യൂസിലോട്ട് ഒഴിച്ച് കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഞാനിത് രണ്ടും നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ കൂടുതൽ സമയമൊന്നും നമുക്ക് തണുപ്പിക്കാനുള്ള കിട്ടിയില്ല, നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യട്ടെ, അല്ലെങ്കിൽ നേരം വൈകിക്കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ചുരുങ്ങിയത് ഞാനൊരു 10 മിനിറ്റേ വെച്ചിട്ടുള്ളൂ. കുറച്ച് സമയം കൂടി വെച്ചാൽ ഒന്നും കൂടി ഇങ്ങനെ ടൈറ്റായിട്ട് വരും. അപ്പോൾ ഏതായാലും നമ്മൾ കൈ വെച്ചിങ്ങനെ തൊടുമ്പോഴേക്കും തന്നെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇളകുകയാണ്. ഇനി ഇതുപോലൊരു സ്പൂണോ ചട്ടക്കൊക്കെ വെച്ച് പതുക്കെ ഇതൊന്ന് കട്ട് ചെയ്ത് ഒരൊറ്റ പീസ് മതി മക്കളെ. അതിൻ്റെ ലെവൽ ഒരുപാട് ചേരുവകളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല, ഒക്കെ നമ്മുടെ വീടുകളിലുണ്ട്. പിന്നെ തേങ്ങ ഇല്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ല, എല്ലാവരും വീട്ടിലും തേങ്ങയൊക്കെ ഉണ്ടാവില്ലേ. ഇല്ലെങ്കിൽ നിങ്ങളൊരു തേങ്ങ വാങ്ങിക്കോളൂ കേട്ടോ. എന്നിട്ടെങ്കിലും ഈ ഒരു റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യണം.
എൻ്റെ മുകളൊക്കെ ഏകദേശം ഒരു മുക്കാലോളം അങ്ങനെ ടൈറ്റായി വന്നിട്ടുണ്ട്. കുറച്ച് സമയം കൂടി വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി സെറ്റായിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് സമയമില്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ പെട്ടെന്ന് എടുത്തത് കേട്ടോ. എങ്കിലും എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല, ഇതിൻ്റെ രുചി അത് വേറെ ലെവലാണ്. ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ കരിക്കലും പൊരിക്കലൊക്കെ നിർത്തുക. കരിക്കലും പൊരിക്കലും എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് സ്നാക്സ് കേട്ടോ, സ്നാക്സ് ഇല്ലാത്ത പറ്റാത്ത വീടുകളുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ഹെൽത്തി എന്ന് പറയാം അല്ലേ, നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് എന്ന് കരുതിയിട്ട് ഹെൽത്തി അല്ല എന്ന് പറയാൻ പറ്റില്ല. ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ഡിസേർട്ടാണ്. പാല് പറ്റാത്തവർക്ക് ഒക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു സൂപ്പർ ഡിസേർട്ട്. അപ്പോൾ അത് 2 പാത്രത്തിലും നല്ല അടിപൊളി സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കാണട്ടെ, ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള വിഭവം ചെയ്യട്ടെ. ഒത്തിരി പരിപാടികളൊന്നുമില്ല, സിമ്പിളാണ്, എന്നാലും നല്ല ഉഗ്രൻ ടേസ്റ്റാണ്. അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇൻഷാ അല്ലാഹ് നാളെ വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.